ഷോൺ, SFI അന്വേഷണത്തിനെതിരെ കോടതിയിലേക്ക് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക് പോകുന്നു. കോടതി വിശദമായ വാദം കേൾക്കുന്നു. എന്താണ് അന്തിമ വിധി വരും വരെ കടുത്ത നടപടികൾ പാടില്ല എന്നതാണ് വിധി. അന്വേഷണം ഏത് രീതിയിലാണ് ഇന്നത്തെ കർണാടക ഹൈക്കോടതി വിധി ബാധിക്കുക? ഷോൺ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം മാധ്യമങ്ങളിൽ നിന്നാണ് എനിക്ക് കർണാടക കോടതി വിധിയെ സംബന്ധിച്ച് അറിവ് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അത് ഒരു തരത്തിൽ ഇത് അന്വേഷണത്തിനൊരു പ്രൈമറി സ്റ്റേജാണ്. ആ സ്റ്റേജിൽ ആദ്യം കയറി വളരെ വാശിയോടുകൂടി ഇതിനകത്ത് ആരോപിതയായ ഒരാളെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇന്നത്തെ കോടതി വിധിയിൽ എന്താണ്, കോടതി വിധി വരുന്നിടം വരെ അറസ്റ്റ് പാടില്ല. ഇത് മാത്രമല്ല ഇവിടെ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അതിന് കൃത്യമായി കോടതി അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും കൃത്യമായി കോടതിയിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു കണക്കിന് അന്വേഷണത്തിന് വളരെ ഗുണകരമല്ലേ. അപ്പോൾ മാത്രമല്ല, അറസ്റ്റിലേക്ക് നയിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അന്വേഷണ സംഘത്തിന് അത് കോടതിയെ ബോധിപ്പിക്കാൻ കഴിയും. അപ്പോൾ കോടതിയുടെ ഒരു നിരീക്ഷണത്തിൽ തന്നെ ഇത് നടക്കുമ്പോഴുള്ള ഗുണം, ഇവിടെ പിന്നീട് അതൊന്ന് രാഷ്ട്രീയ ആരോപണമാണെന്നും ഇതിന്റെ പുറകിൽ രാഷ്ട്രീയമാണെന്നൊന്നും ആരും പറയല്ലോ. അപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ ഇത് പോകുന്നത് അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ SFI എന്ന് പറയുന്നത് നമുക്കറിയാം, അപ്പോൾ എന്താണ്, വലിയ അധികാരങ്ങളുള്ള ഒരു ഏജൻസിയാണ്. ആരെ വേണമെങ്കിലും കൂടെ കൂട്ടാം. ED ആവട്ടെ, പോലീസ് ആവട്ടെ, ഏത് വിഭാഗത്തെയും കൂടെ കൂട്ടി അന്വേഷിക്കാൻ കഴിയുന്ന, അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള വലിയൊരു ഏജൻസിയാണ്. ഷോൺ, ടൈം പർച്ചേസിംഗ് എന്നുള്ളത് ഈ വ്യവഹാര വഴിയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഇടക്കാല ആശ്വാസം എന്ന് പോലും ഷോൺ പറയില്ലേ ഇന്ന് കർണാടക ഹൈക്കോടതിയിൽ വീണയ്ക്ക്? ശരിയാണ്. അത് തീർച്ചയായിട്ടും ഒരു ആശ്വാസം എന്നതിലല്ല ഞാൻ കാണുന്നത്. ഇപ്പോൾ AKG സെന്ററിൽ ഒരു റെയ്ഡ്, അല്ലെങ്കിൽ മന്ത്രിമന്ദിരത്തിലോ ക്ലിഫ് ഹൗസിലോ ഒരു റെയ്ഡ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര അപമാനകരമായി CPM സംഭവിക്കേണ്ട ഒരു കാര്യത്തെ ആ റെയ്ഡ് ഒരാഴ്ചത്തേന് താമസിപ്പിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ വീണനെ അറസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരു ഞാൻ കേട്ടതനുസരിച്ച് അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമില്ല, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിലേക്കൊന്നും അന്വേഷണ സംഘം ആലോചിച്ചിട്ടില്ല എന്നാണ് കോടതി പറഞ്ഞത്. കൂടുതൽ തെളിവുകളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ മാത്രമല്ല അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് ഇന്ന് ആശ്വാസകരമാണോ എന്ന് ചോദിച്ചാൽ ഒരാഴ്ചത്തേന് സുഖമായി കിടന്നുറങ്ങാം എന്നുള്ളത്, പേടിക്കാതെ കിടന്നുറങ്ങാം എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. SFIയുടെ വരവ് ഷോണിന്റെ പരാതിയിലാണ്. അത് ഷോൺ ആവർത്തിച്ച് കോടതിയിൽ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ അവിടെ മറുപടിയില്ല, അതല്ലെങ്കിൽ ഒരു മൃദു സമീപനത്തിൽ SFIO വേണ്ട, അല്ലെങ്കിൽ വരുന്നോ ഇല്ലേ എന്നറിയില്ല എന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ പറയുമ്പോൾ കോടതി ആവർത്തിച്ച് ചോദിക്കുന്നു, നിങ്ങൾക്ക് തെളിച്ചു പറ, 2-3 ആവർത്തി ഇത് മാറ്റിവെച്ചതാണ്, കൃത്യമായി പറ എന്ന് കോടതി ഒരു ശാസന സ്വഭാവത്തിൽ പറയുന്നതും അവിടെ ഷോണിന്റെ ഇടപെടലൊക്കെ നമ്മൾ കേരളം കണ്ടതാണ്. ഷോൺ, കർണാടക ഹൈക്കോടതിയിലെ ആ അന്വേഷണത്തിലേക്ക് കക്ഷി ചേരാൻ ആലോചനയുണ്ടോ? അതിനെ സംബന്ധിച്ച് ആലോചിച്ച് വരുന്നുള്ളൂ. മിക്കവാറും ഞാനവിടെ ഇൻക്ലൂഡ് ചെയ്യും. തീരുമാനിച്ചിട്ടില്ല എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. 26-ാം തീയതിയാണ് ഇനി കേരള ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് വരുന്നത്. അപ്പോൾ അവിടെ രണ്ടാമത്തെ കേസിൽ, KSIDCയിലെ കേസിൽ എനിക്ക് കക്ഷി ചേരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് സാഹചര്യം അനുസരിച്ച് എൻ്റെ അഭിഭാഷകനും അതുപോലെ നിയമവിദഗ്ധരുമായി ആലോചിച്ച്